Hi students, welcome back. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച പോർഷൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു പ്രശ്നം എത്രയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലോണം അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും, നല്ല ഓർമ്മയുണ്ടാവും. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തെടുക്കുക. പിന്നെ ഒരുപാട് നമുക്ക് +1ലേക്കും +2ലേക്കും ആവശ്യമില്ലാത്ത ലെസൺസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതൊന്നും നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത ലെസൺസ് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യ ലെസൺസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യാം, 10th പോർഷൻസ് തന്നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ 7th ചാപ്റ്റർ 10th നിങ്ങൾ 7th ചാപ്റ്റർ ആയിട്ട് പഠിച്ച ചാപ്റ്റർ ഐ തിങ്ക് കോർഡിനേറ്റ് ജോമെട്രി ആണ്. ആ കോർഡിനേറ്റ് ജോമെട്രി എന്താണ്? കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ജോമെട്രി ഓർ അനാലിറ്റിക് ജോമെട്രി ഓർ 2-dimensional ജോമെട്രി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്തായാലും എക്സ് ആക്സിസ് വൈ ആക്സിസ് ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുക്കുന്നു. ഓരോ പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കോർഡിനേറ്റ് എക്സ്, വൈ. എക്സ് എന്ന് വെച്ചാൽ ആക്സിസ് എ, വൈ എന്ന് വെച്ചാൽ എന്താ ഓർഡിനേറ്റ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. ഒരു പ്ലെയിൻ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ബോർഡിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫേസിൽ രണ്ട് ലൈൻസ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് intersecting at origin divides the plane into 4 parts known as quadrants. First quadrant, first, second, third, fourth. ഒരു സൈഡ് കറക്റ്റ് ഓർഡറിലാണ് വരിക. 1 2 3 4 ക്ലോക്ക്വൈസിൽ 1 2 3 4 4 ക്വാഡ്രന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇനി ഓരോ ക്വാഡ്രന്റിലെ സൈൻ എങ്ങനെയായിരിക്കും? എല്ലാ പോയിന്റ്സും യുണീക്ലി, ആ പ്ലെയിനിലെ ഓരോ പോയിന്റും ക്യാൻ ബി യുണീക്ലി റെപ്രസെന്റഡ് ബൈ an ordered pair അങ്ങനെ പറയാം. ordered pair x, y. അതിൽ x ആണെന്നത് x coordinate, that is axis, and y എന്ന് പറയുന്നത് y coordinate or ordinate എന്ന് വിളിക്കും. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് ഫോർമുലാസ് നമ്മൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഡിസ്റ്റൻസ് ഫോർമുല ജസ്റ്റ് നോക്കി വെക്കുക. ഡിസ്റ്റൻസ് ഫോർമുല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ആൻഡ് ബി രണ്ട് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ax1 y1 bx2 y2 ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അതുപോലെ സെക്ഷൻ ഫോർമുല ജസ്റ്റ് അത് നോക്കി വെക്കുക. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് +1 ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിന്റെ പേര് 3-dimensional ജോമെട്രി, 3D ജോമെട്രി, 3 ഡയമെൻഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചത് 2 ഡയമെൻഷൻ ആണ് 10th-ലെങ്കിൽ +1 ലെവലിൽ 3 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ ആകുമ്പോൾ ഒരു പ്ലെയിൻ സർഫേസിനെ 2 ലൈൻസ് വരച്ചിട്ട് 4 ക്വാഡ്രന്റ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഇനി 3 ഡയമെൻഷൻ ആകുമ്പോൾ സ്പേസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ റൂമിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 പെർപെൻഡിക്കുലർ ലൈൻസ്, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. ഒന്ന് നിങ്ങളെ പ്രൊജക്ട് ചെയ്ത് വരുന്നു, ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് വെർട്ടിക്കൽ. 3 ലൈൻസും കൂടി ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് പറയണമെങ്കിൽ, ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ, മുകളിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ, 3 ലൈൻസ്. ഈ 3 ലൈനും കൂടി നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ ഈ റൂമിനെ തന്നെ ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് ഒക്ടൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ +1ന്റെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സെയിം ഇതേ കാര്യങ്ങൾ 10th പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, മിഡ് പോയിന്റ് ഫോർമുല, സെയിം തിങ്. അതൊക്കെ തന്നെയാണ് ആ ലെസണിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് ലെസൺ വരെ കഴിഞ്ഞു? 7th ലെസൺ കോർഡിനേറ്റ് ജോമെട്രി വരെ നമ്മൾ പറഞ്ഞു. 8th ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ച ലെസൺ ട്രിഗണോമെട്രി, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ 10th പഠിച്ചിട്ടുള്ള പോർഷൻസ്, +1 പഠിക്കുന്ന പോർഷൻസ്, +2 പഠിക്കുന്ന പോർഷൻസ്, അത് കഴിഞ്ഞ് ഏത് കാലം വരെ മാത്സ് പഠിക്കുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഈ ട്രിഗണോമെട്രി അതിൻ്റെ ഐഡന്റിറ്റീസ് എല്ലാം നമുക്ക് ആവശ്യം വരാറുണ്ട്. ഇനി +1 +2 നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് കാൽക്കുലസ് എന്നുള്ളൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ വെച്ച് എല്ലാ കാര്യങ്ങളും തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ, പക്ഷെ അതിന് വേറൊരു വേറെ ഡിഫൈൻ ചെയ്ത ഫങ്ഷൻസ് ആക്കി അതിൻ്റെ ഡെറിവേറ്റീവ്സ്, അതിൻ്റെ ഇൻ്റഗ്രൽസ്. നിങ്ങൾ അതൊന്നും പഠിക്കാതെയാണ് ചിലപ്പോൾ +1 ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ പല ഭാഗത്തും ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നുള്ള വാക്കുകൾ കേൾക്കും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ കുറേ ടോപ്പിക്സ് നമുക്ക് ആദ്യം കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 8 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. എന്തൊക്കെയാണ് ട്രിഗണോമെട്രി പഠിച്ചത് ഒന്ന് വെറുതെ എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്ക്. എക്സസൈസ് 8.1, 8.2, 8.3, 8.4 എന്താണ്? 8.1 എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്താണെന്നാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏറ്റവും ലോങ്സ്റ്റ് സൈഡിന് ഹൈപ്പോട്ടന്യൂസ്, പിന്നെ ഏത് ആംഗിൾ ആണോ ഒരു ആംഗിളിന്റെ T റേഷ്യോസ് കാണും. ഏതൊക്കെയുള്ളത്? ഏതൊക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നിങ്ങൾ പഠിച്ചത്? സൈൻ, കൊസൈൻ, ടാൻജന്റ്, കോടാൻജന്റ്, സീക്കന്റ്, കൊസീക്കന്റ്. 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതെങ്ങനെ നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ലോങ്സ്റ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ്, the third side is adjacent.
അപ്പോൾ sin theta equal to opposite by hypotenuse, cos theta equal to adjacent side by hypotenuse, tan theta opposite by adjacent, cot theta adjacent by opposite, sec theta cos theta reciprocal, cosec theta sin theta reciprocal. That is sin theta is opposite by hypotenuse, then cosec theta is hypotenuse by opposite, cos theta is adjacent by hypotenuse, then sec theta is hypotenuse by adjacent. ഇത്രയേ ഉള്ളൂ. tan എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ ആണ് cot, cotന്റെ റെസിപ്രോക്കൽ tan, sin ന്റെ cosec, cosec ന്റെ sin. ഇതാണ് ഫസ്റ്റ് എക്സസൈസിൽ എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു പഠിച്ചു. സെക്കൻഡ് എക്സസൈസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, സം കോമൺ ആംഗിൾസ്. ഈ കോമൺ ആംഗിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ കോമൺ ആംഗിൾസിന്റെ ടി റേഷ്യോസ്, sin 30 എത്രയാ, sin 45 എത്രയാ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി നോക്കി വെക്കുക, ആവശ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് എക്സസൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താ, നെക്സ്റ്റ് എക്സസൈസ് എന്താ, സെക്കൻഡ് എക്സസൈസ് ആണ് പറഞ്ഞത് ട്രിഗണോമെട്രിയിൽ തേർഡ് എക്സസൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ടി റേഷ്യോസ് ഓഫ് സം കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നുള്ളതാണ്. കോംപ്ലിമെന്ററി ആംഗിൾസ് മീൻസ് കോംപ്ലിമെന്ററി. എപ്പോഴാണ് ആംഗിൾസിനെ കോംപ്ലിമെന്ററി എന്ന് പറയുക, എപ്പോഴാണ് സപ്ലിമെന്ററി എന്ന് പറയുക? രണ്ട് ആംഗിൾസിന്റെ സം 90 ആണെങ്കിൽ നമ്മളത് കോംപ്ലിമെന്ററി ആംഗിൾസ്, സം 180 ആണെങ്കിൽ we call it as supplementary. അപ്പോൾ ഇവിടെ കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ ടി റേഷ്യോസ്, that is sin of 90 minus theta, that is cos theta, cos of 90 minus theta, sin theta, tan 90 minus theta, cot theta, cot 90 minus theta, tan theta, sec 90 minus theta, cosec theta, and cosec 90 minus theta, sec theta. ഇങ്ങനെ ഒരു ആറ് കാര്യങ്ങൾ. ഇതെല്ലാം നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ ഇത്രയും നോട്ട്സ് ശരിക്കും നിങ്ങളൊരു കുറച്ച് പേപ്പേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് സെക്കൻഡ് ലെസണിൽ എന്തെല്ലാം പഠിച്ചു, തേർഡിൽ എന്തെല്ലാം പഠിച്ചു, ഏത് ലെസനാണ് നമുക്ക് വേണ്ടാത്തത് പ്ലസ് വണ്ണിൽ അത് ഒഴിവാക്കാം. ബാക്കി ലെസൺസിൽ ഈ ഫിഫ്ത്ത് ചാപ്റ്റർ ആണെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിച്ച ഫോർമുലാസ്, ഇങ്ങനെ ഒരു നോട്ട് നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്താൽ അത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ പോർഷൻസിലേക്ക് പോകുമ്പോൾ ഗുണം ചെയ്യും. ഓക്കെ, ട്രിഗണോമെട്രിയിൽ അങ്ങനെ ഫോർത്ത് എക്സസൈസ് എന്തായിരുന്നു, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് റികളക്ട് ചെയ്യാം ഏതൊക്കെ ഐഡന്റിറ്റീസാണ് പഠിച്ചതെന്നുള്ളത്. ഒന്ന് റെസിപ്രോക്കൽ റിലേഷൻ, റെസിപ്രോക്കൽ റിലേഷൻസ്. 6 റെസിപ്രോക്കൽ റിലേഷൻ. ഒന്ന് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു 1 cosec തീറ്റ. ഇവിടെയാണ് തീറ്റ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൽഫ, ബീറ്റ, സീറ്റ, ഈറ്റ, തീറ്റ, ഈറ്റ പറഞ്ഞിട്ട് ഒരുപാട് എന്താണ് ഗ്രീക്ക് ആൽഫബറ്റ്സ് ഫുൾ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും പല ഭാഗങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തീറ്റ എന്ന് പറഞ്ഞൊരു ആൽഫബറ്റ് ഉണ്ട്. കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ, ഇതൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ റെസിപ്രോക്കൽ റിലേഷൻസിൽ സൈൻ തീറ്റ ഈക്വൽ ടു 1 cosec theta, sin theta is equal to 1 cosec theta. തിരിച്ച് cosec theta ആണെങ്കിൽ 1 sin theta. Cos theta equal to 1 sec theta, sec theta equal to 1 cos theta, tan theta equal to 1 cot theta, and cot theta is equal to 1 tan theta. ഇത് reciprocal relations. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് quotient relation രണ്ടെണ്ണമാണ്. ഒന്ന് tan theta equal to sin theta by cos theta and cot theta equal to cos theta by sin theta. പിന്നെ squared relation മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്ന് sin square theta plus cos square theta equals 1. രണ്ട് sec square theta minus tan square theta equal to 1. മൂന്ന് cosec square theta minus cot square theta equal to 1. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിണ്ടാവും കുറെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യാൻ. ഈ പ്രാവശ്യം അത് പഠിക്കാനില്ല, അതുകൊണ്ട് ഒരു ടെൻഷൻ വേണ്ട. ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നാണ്. ഇനി എന്താ ലെസന്റെ പേര് മാറി വരികയാണ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണിൽ തേർഡ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കും. 6 ഫങ്ഷൻസ് ആണ് വിളിക്കുന്നത്. എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ സെറ്റ്സ് കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്ററിൽ റിലേഷൻ ഫംഗ്ഷൻസ് പഠിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഫംഗ്ഷൻ എന്താണെന്നത്. എന്നാലും നമ്മൾ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, തീറ്റ അല്ല എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലെ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ട്രിഗണോമെട്രിയിലുള്ളത്. ട്രിഗണോമെട്രിയിൽ പ്ലസ് വണ്ണിൽ ഐഡന്റിറ്റീസ് 10th എവിടെ നിർത്തിയോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഐഡന്റിറ്റീസും പിന്നെ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ പറയാം. 10th പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. അപ്പൊ ഇനി അടുത്ത ലെസണായിട്ട് 8th ചാപ്റ്റർ അല്ലെ. 8th ചാപ്റ്റർ ഇപ്പോൾ 7 വരെ നമ്മൾ പറഞ്ഞു അല്ല, സോറി 8th ചാപ്റ്റർ ആയിരുന്നു ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ഇനി 9th ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് എന്താ ട്രിഗണോമെട്രിയുടെ ഒരേ അപ്ലിക്കേഷൻ മാത്രമേ 10th നമ്മൾ പഠിക്കുന്നുള്ളൂ. ഐ തിങ്ക് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്നുള്ളതാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് നോക്കും, താഴത്തേക്ക് മുകളിലേക്ക് നോക്കുന്ന ആ ഒരു രീതി പ്രോബ്ലംസ് നമുക്കത് കാര്യമായിട്ട് എന്തില്ല ഈ പ്രാവശ്യം നമുക്ക് പ്ലസ് 1 ലെവലിൽ നമുക്കത് പഠിക്കാൻ ഇല്ല.